ഓം സർവേഗം തത്വമസി. എല്ലാവർക്കും പ്രണാമം. സാധാരണ എല്ലാവരിലും കണ്ടുവരുന്നൊരു പ്രവണതയാണ് മറ്റുള്ളവരുടെ ബലഹീനതയെ കളിയാക്കുക, പുച്ഛിക്കുക, പരിഹസിക്കുക. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരാളൊരു കുറവ് കണ്ടു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അയാൾക്ക് അവിടെ അതുകൊണ്ട് ആ കുറവ് മനസ്സിലാക്കാതെ അയാൾ ജീവിക്കുന്നത് കൊണ്ട് അയാൾക്ക് വല്ല ദോഷമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കേണ്ടത് ധർമ്മമാണ്. ഓരോരുത്തരുടെയും ധർമ്മമാണത്. ആ വിഷയമല്ല ഇവിടെ ഞാൻ പറയുന്നത്. സാധാരണ ഒരു ആളുകളുണ്ട്, മറ്റുള്ളവരുടെ ബലഹീനത ഇങ്ങനെ കണ്ടിട്ട് അവരെ എങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക, പരിഹസിച്ചുകൊണ്ടിരിക്കുക, നിഷേധാത്മകമായിട്ട് കാണുക. അവരെന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അങ്ങനത്തെ പ്രവണത ഉള്ള ഒരു ഭാഗം ആളുകളുണ്ട്. അത് തെറ്റാണ്. കാരണം ബലഹീനതയില്ലാത്ത ഒരാളും ഭൂമിയിലില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബലഹീനതയുണ്ടാവും. ഈ ബലഹീനത സൃഷ്ടിയിൽ തന്നെ അവൻ്റെ കൂടെ ഉള്ളതാണ്. ആ ബലഹീനതയോട് കൂടിയാണ് അവനെ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നമുക്കോ മറ്റൊരാൾക്കോ അത് എടുത്തു നിൽക്കാൻ കഴിയില്ല. അത് അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ ആത്മാവിൽ അത് ഉൾക്കൊണ്ട് കിടക്കുന്നതാണ്. അവൻ്റെ ഹൃദയത്തിൽ, ബോധതലത്തിലൊക്കെ അത് കിടപ്പുണ്ട്. ആ ബലഹീനത സ്വഭാവമായിട്ട് അങ്ങനെയാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. അത് സൂക്ഷ്മത്തിൽ അവനിലുണ്ട്. അത് അവൻ്റെ സൃഷ്ടിയിലൂടെ തന്നെയുള്ളതാണ്. ആ ബലഹീനത അവനിൽ വരാൻ കാരണം അത് ഇന്നലെ മറ്റാരോടോ ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള നീതി പുലർത്താതെ അങ്ങനെ അവനിൽ വന്ന് ചേർന്നുള്ളതാണ്. അവൻ തന്നെ അത് കാരണമായിട്ട് ഇരിക്കുന്നതാണ് ആ ബലഹീനതയ്ക്ക് കാരണം. മനസ്സിലായില്ലേ? കാരണക്കാരൻ അവൻ തന്നെയാണെന്ന് അർത്ഥം. ആ ജീവാത്മാവ് തന്നെയാണ് അവനിലുള്ള ആ ബലഹീനതയ്ക്ക് കാരണം. കാരണം എന്താ? വിതച്ചതല്ലേ കൊയ്യൂ. നാം കൊടുത്തതാണ് നമുക്ക് തിരിച്ചു വരുന്നത്. നാം ഒരാളെ ഏതെങ്കിലും രീതിയിൽ ഒരടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊരു രീതിയിൽ മറ്റേതെങ്കിലും ആരെങ്കിലും കരങ്ങളും കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അതേ ഒരു വിഷമം അനുഭവിക്കേണ്ട ഒരു അവസരം നമുക്ക് വന്നു ചേരും. ഇതാണ് പ്രകൃതിയിൽ നടക്കുന്ന മായാവൈഭവം. നമ്മൾ കൊടുത്തത് നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ബലഹീനത ഇല്ലാത്ത ഒരു ജീവാത്മാവും ഭൂമിയിലില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബലഹീനതകളുണ്ടാവും. ജീവിത രീതിയിൽ വന്ന് പെടുന്നതാണത്. അത് ജന്മനാൽ തന്നെ കൂടെപ്പിറപ്പായിട്ടുള്ളതാണ്. അത് ഇന്നലെ കഴിഞ്ഞ ജന്മത്തിൽ ആ ആത്മാവ് ഈ ഭൂമിയിൽ ജീവിച്ചു പോയപ്പോൾ ചെയ്ത ആ കർമ്മദോഷങ്ങളാണ്, കർമ്മഫലങ്ങളാണ് അവൻ്റെ കൂടെ ബലഹീനതകളായിട്ട് വന്നിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാനാണ്. അത് നമുക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഓരോ ബലഹീനരായ ജീവിത രീതികളും ശാരീരിക വൈകല്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ ജീവിച്ചു പോകുന്ന ജീവാത്മാക്കൾ അവർ ചെയ്ത കർമ്മ ദോഷമായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് ഈ ജന്മത്തിൽ അങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നില്ല. ഈ വിവേകം, ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ വളരെ ദയനീയമായ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണെന്നാണല്ലോ നമ്മൾ വിശ്വസിച്ച് പോരുന്നത്. അയാളതങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാനും കൂടിയാണ്, മനസ്സിലാക്കാനും കൂടിയാണ് ആ വ്യക്തി നമ്മുടെ മുന്നിൽ വന്നു പോകുന്നത്. എങ്ങനെ? നാം നമുക്ക് കിട്ടിയ ഈ ജീവിതം ജീവിക്കുമ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ, ആ കാഴ്ചകൾ ആത്മപരിശോധന ചെയ്യാനൊരവസരം കൂടി തരികയാണ് പ്രകൃതി, ദൈവം എന്ന് തന്നെ പറയേണ്ടി വരും, ഈശ്വരൻ. നമുക്ക് ഇതെല്ലാം ചേർന്നതാണ് ജീവിതം എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ സൂക്ഷ്മ അനുഭവമുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ
ചില ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധതയായിട്ട് ജീവിക്കുന്ന വ്യക്തികളായാലും അതിലും ചില ബലഹീനതകൾ കണ്ടെത്തി പരിഹാസിക്കുകയോ നിന്ദിക്കുകയോ തള്ളി പറയുകയോ നിരാകരിക്കുകയോ ഉൾക്കൊള്ളാൻ പറ്റാഴികയോ ഒക്കെ ആയിട്ട് കാണാറുണ്ട്. ഇവിടെ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പ്രയാസമാണ്. അതാണ് വിഷയം. ബലഹീനതയെല്ലാം ജന്മസിദ്ധമായിട്ട് അവൻ്റെ കൂടെപ്പിറപ്പായിട്ട് പോന്നിട്ടുള്ളതാണ്. അതിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത് സഹജമായി തന്നെയുള്ളതാണ് ആത്മാവിൽ. തിരിഞ്ഞ് നമ്മളിലേക്ക് നോക്കുമ്പോഴോ നമ്മൾ അവനേലും വലിയ ബലഹീനനാണ്. എന്തെല്ലാം പോരായ്മകൾ നമുക്കുണ്ട്, വളരെയധികം പോരായ്മകൾ നമുക്കുണ്ട്. അതെല്ലാം കണ്ടെത്തി ആത്മപരിശോധന ചെയ്യാറുണ്ടോ? അതെല്ലാം നീക്കി ഒരു ശുദ്ധ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ മിക്ക ആളുകളും അത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്, അല്ലേ? ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളും കുറവുകളും ഒക്കെ കണ്ടെത്തി പരൻ്റെ ദൂഷം, മനസ്സിലായില്ലേ? ദൂഷണമെന്ന് അറിയില്ലേ, പരദൂഷണം, അത് തേടി നടക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മളുടെ ഈ ദോഷം ആര് തീർക്കും? അത് നമ്മൾ തന്നെ തീർക്കണ്ടേ? പുറത്തുനിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? അഥവാ ആരെങ്കിലും നമ്മളുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അവനോട് ദേഷ്യം വൈരാഗ്യമായി. നമ്മൾ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സിദ്ധികളും മാന്ത്രിക താന്ത്രിക അതുപോലെ യോഗ ഉള്ള ധ്യാനം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമല്ല. നമുക്ക് ഭൂമിയിൽ മനുഷ്യനായി പിറന്നാൽ മനുഷ്യനായി തന്നെ ജീവിക്കണം. ശുദ്ധമായൊരു ജീവിതം വേണമെങ്കിൽ ഈ വക മാലിന്യങ്ങൾ നമ്മളിൽ വന്നു പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കി ജീവിതം കുറേയൊക്കെ ആത്മാർത്ഥതയോടുകൂടി കഴിഞ്ഞു പോകണം. പക്ഷേ നമ്മളെ ശ്രദ്ധയെല്ലാം പുറലോകത്ത് ഇങ്ങനെയുള്ള ബലഹീനതകൾ തേടി അതിനെ പുച്ഛിച്ചും പരിഹസിച്ചൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മളെ അപ്പുറത്ത് പരിഹസിക്കുന്നുണ്ട്, പുച്ഛിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളറിയുന്നുണ്ടോ? നമ്മളറിയുന്നില്ല. അപ്പോൾ ഇവിടെ ഓരോ ജീവിതത്തിൻ്റെ രീതികളിൽ സുഖവും ദുഃഖവും വന്നു ചേരുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കൊടുത്തു മേടിച്ചതാണ്. സുഖമാണെങ്കിൽ നാം സുഖപ്രദമായ കർമ്മം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ദുഃഖപരമായ ഒരു ജീവിതമാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജീവിതം നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫലമാണ് നമുക്ക് വന്നു ചേരുന്നത്. അതാത് കർമ്മഫലം നമ്മളിൽ വന്നു ചേരും. അതാണ് നിയതി. പ്രകൃതിയുടെ നിയതി അതാണ്, പ്രകൃതിയുടെ രീതി അതാണ്. ഇതെല്ലാം പഠിക്കേണ്ടത് ഓരോ ജീവാത്മാവിനും ആവശ്യമാണ്. ജീവിതം തന്നെയാണ് വിദ്യാലയം, അനുഭവമാണ് ഞാനും ഗുരു. പറഞ്ഞില്ലായല്ലോ, അവരവരുടെ അനുഭവമാണ് ജ്ഞാനഗുരു. അനുഭവത്തിൽ നിന്ന് പഠിക്കാത്ത ഒരാൾ മൂഢനാണ്, മടയനാണ്, വിഡ്ഢിയാണ്. ബാക്കി എന്ത് വിദ്യ നേടിയിട്ടും കാര്യമില്ല. സർവകലാശാലയിൽ പോയി നമ്മൾ ഏത് വിദ്യ നേടിയിട്ടും അനുഭവജ്ഞാനത്തെ മാനിക്കുന്നില്ല, മറ്റുള്ളവരുടെ കഴിവുകളും മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്നില്ല, മാനിക്കുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് നേടിയ വിദ്യാഭ്യാസം കൊണ്ട് എന്ത് ഫലം? ഒരു ഗുണവുമില്ല. പതിരാണത്. നെല്ലിൽ പതിരുണ്ടാവില്ലേ? അങ്ങനെയാവും, കൂട്ടത്തിലുണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ശുദ്ധമല്ല. അവിടെ നമ്മൾ കാണുന്ന ജ്ഞാനം, അറിവ്, മാനുഷികമായ മൂല്യങ്ങളും ധർമ്മങ്ങളെ അവിടെ കാണില്ല. അത് പ്രധാനമായ വിഷയമാണ്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ വരണം. അതിനെങ്ങനെയാ? നമ്മുടെ ജീവിതവും നമ്മളുടെ മുന്നിൽ കാണുന്ന ജീവിതവും നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന പല പോരാഴികൾ നമ്മളിലുണ്ടോ? നമ്മൾ മനസ്സാ വാചാ കർമ്മണ ഇതിലൊക്കെ ഏത് തലത്തിലാണ് ഞാൻ ഉപയോഗിച്ച് പോന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സംസ്കരിച്ച് കളയണം, അതിനെ നീക്കണം, ആത്മപരിശോധന ചെയ്യണം. ദിവസവും 2 നേരം ഇരുന്നിട്ട് സ്വന്തം ആത്മാവിനെ പരിശോധന ചെയ്ത് ആത്മശോധന ചെയ്യണം. അതാണ് ധ്യാനം. അപ്പോൾ അവിടെ ആധ്യാത്മികമായ സാധനമുറകൾക്കൊക്കെ ഫലപ്രദമായ ഗുണങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ എന്താ അത്? ഇപ്പോൾ ഈശ്വര
ആരാധനയ്ക്ക് നിങ്ങൾ ക്ഷേത്രങ്ങളോ മറ്റോ ഏതെങ്കിലും പ്രക്രിയ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്വഭാവശുദ്ധിയും മനഃശുദ്ധിയും ഹൃദയശുദ്ധിയും ഒക്കെ ഇല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ എന്ത് ഫലം? ഇവിടെ എന്താ പ്രധാനം പറയണത്? മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാനുഷികമായ മൂല്യങ്ങളും ധർമ്മങ്ങൾക്ക് പ്രധാനം കൊടുക്കണം. അത് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ അന്യൻ്റെ കുറ്റം കണ്ടെത്തി അവനെ പരിഹസിച്ച് ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ കുറ്റം അതിനേലും എത്രയോ കൂടുതൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആത്മപരിശോധന അത് നമ്മൾക്ക് മോക്ഷം നൽകും. സുഖപ്രദമായ ശാന്തവും സമാധാനപരമായ ഒരു ജീവിതം നൽകും. സ്വാത്വികമായ ഒരു ജീവിതം നൽകും ആത്മപരിശോധന കൊണ്ട്. തെറ്റുകൾ തിരുത്തി പോവുക. തെറ്റ് ചെയ്യാത്തൊരുവനും ഭൂമിയിലില്ല, ഉണ്ടാവുകയില്ല. അത് സത്യവുമാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ജീവിക്കണമെങ്കിൽ പൂർണ്ണമായും സത്യസന്ധതയോടുകൂടി ഒന്നും പോകാൻ പറ്റില്ല. പലതും നമുക്ക് തിരുത്തിയൊക്കെ പറയേണ്ടി വരും. ചില നുണകളും പറയേണ്ടി വരും. തെറ്റായിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യാൻ നമ്മുടെ മുന്നിൽ ആരെങ്കിലും വന്നാൽ നമ്മളെ അതിലേക്ക് പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ പിന്തിരിയാൻ തെറ്റായ ചില കാര്യങ്ങൾ, ചില നുണകളൊക്കെ പറയേണ്ടി വരും. എനിക്ക് സൗകര്യമില്ല, ചില സൗകര്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊഴിഞ്ഞു മാറുമല്ലോ. അതൊക്കെ ഈ നുണയിൽ തന്നെ പെടണമല്ല. പക്ഷേ അതിൻ്റെ പിന്നിലൊരു സത്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. അപ്പോൾ അതൊരു നുണയായിട്ട് കാണണ്ട, അതിൻ്റെ പിന്നിലുള്ള സത്യം. അന്യന് ദുഃഖം വരും ചില കാര്യങ്ങൾ, അത് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവന് മനപ്രയാസം ഉണ്ടാവും, അവന് ക്ലേശം ഉണ്ടാവും. അവൻ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അങ്ങനെ പ്രയാസപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ചെയ്തില്ല എന്നൊക്കെ പറയേണ്ടി വരും. അതൊന്നല്ല ഇവിടെ പറയുന്നത്. അതൊക്കെ ഒരു സത്യമാണ് അതിൻ്റെ പിന്നിൽ. നമ്മൾ സത്യമാണ് പിന്നിൽ, സങ്കല്പത്തിനാണ് അതിൻ്റെ കാതലായ വിഷയം അല്ലേ? ഇപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് ശരീരം കീറുന്നുണ്ട്. അതെന്തിനാണ് അതിൻ്റെ പിന്നിൽ ഉദ്ദേശം? അത് രോഗശമനത്തിന് വേണ്ടി, രോഗങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഓപ്പറേഷൻ എന്ന നാമധേയത്തിൽ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾ കീറി എടുത്തൊക്കെ മാറ്റുന്നത്. അതിന് പകരം വെറുതെ ഈ വക വിഷയങ്ങളൊന്നുമില്ലാതെ, രോഗപീഠാദികളൊന്നുമില്ലാതെ ഒരാൾ വന്നിട്ട് നമ്മളെ ശരീരത്തിനെ കീറി മുറിച്ചാൽ അത് ശരിയാവുമോ? ശരിയാവില്ല, അംഗീകരിക്കില്ല. നിയമം അത് അംഗീകരിക്കില്ല. അപ്പോൾ പ്രകൃതി നിയമങ്ങളെ മാനിച്ച് തന്നെ പോകുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ അംഗീകരിക്കണം. അത് ചില ഒരാൾക്ക് ചിലപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അത് ബോധ്യപ്പെടേണ്ട ഒരാൾക്ക് ചിലപ്പോൾ അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നുണ പറഞ്ഞതായിട്ടാണ് ചിലപ്പോൾ കണക്കാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊടുക്കണം, വ്യക്തമാക്കി കൊടുക്കണം, ബോധവൽക്കരിച്ച് കൊടുക്കണം. അപ്പോൾ അയാൾക്കത് ബോധ്യപ്പെടും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിത്യജീവിതത്തിൽ പകർത്തേണ്ട അനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ തന്നെ ജീവിതം സുഖപ്രദമാകും. സമാധാനവും ശാന്തിയോടുകൂടി നമുക്ക് ഭൂമിയിൽ ജീവിച്ചു പോകാൻ പറ്റും. ആത്മസാക്ഷാത്കാരമൊന്നും നേടണമെന്നൊന്നുമില്ല, എല്ലാവർക്കും കഴിയുമില്ല. അപ്പോൾ ഞാൻ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണേ. എത്ര പേര് അതിനോട് ശ്രമിക്കുന്നുണ്ട്? ആരും ശ്രമിച്ചിട്ടില്ല. ഇന്ന് ഒരുപാട് കുറച്ചധികം ആളുകൾ അത് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടി ആർക്കും അതിൻ്റെ ഒരു പടി പോലും കയറി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സാധിക്കുന്നില്ല. എൻ്റെ സംസാരവും അതിലെ സാധനമുറകളൊക്കെ ലളിതമാണ് പറയുന്നുണ്ടെങ്കിലും കൂടി സാധനാത്മകമാകുമ്പോൾ അത് ഇത്തിരി പ്രയാസമാണ്. പരിചയിച്ചു വന്നിരിക്കുന്ന പല വാസനകളും ഒക്കെ ചിലപ്പോൾ നീക്കേണ്ടി വരുമല്ലോ. അതിനൊക്കെ തയ്യാറാവില്ല. അതാണ് അതിൻ്റെ പിന്നിലുള്ള വിഷയം. വായുകൊണ്ട് നമുക്ക് പലതും പറയാം, പ്രാവർത്തികമാക്കുന്നിടത്താണ് അതിൻ്റെ പ്രതിസന്ധി കിടക്കുന്നത്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് അതൊക്കെ. ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ കൊടുക്കലും മേടിക്കലൊക്കെ നടത്തുന്നിടത്ത് പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെയൊക്കെ വീഴ്ചകൾ വരുമ്പോൾ അതിൻ്റെ അനന്തരഫലം നമ്മളിലേക്ക് വരും തീർച്ചയായിട്ടും.
അത് അനുഭവിക്കേണ്ടി വരുന്നു. അത് നമ്മൾ കൊടുത്ത പോലെ ആയിരിക്കില്ല വരുന്നത്, ഏതെങ്കിലും രീതിയിലൂടെ നമ്മളിൽ വന്ന് അത് ഭവിക്കും. അതിൻ്റെ സങ്കല്പം, അതിൻ്റെ അനുഭവ ഫലം അത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ അനന്തരഫലം ഉണ്ട്. നെഗറ്റീവ് പോസിറ്റീവ് ആണല്ലോ. പോസിറ്റീവ് നമ്മൾ കാണുന്നില്ല, സന്തോഷിക്കുന്നു. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം എന്ത് ചെയ്യും? അതും നമ്മൾ അനുഭവിക്കണ്ടേ? അതും നമ്മളെ തേടിയെത്തും. ഇതൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ ഇങ്ങനെയുള്ള ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അതുപോലെ ഇതേ വിഷയം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണം. ചില വ്യക്തികൾ, നമ്മുടെ കൂടപ്പിറപ്പുകൾ, മിത്രങ്ങൾ, സഹോദരങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ അയൽവാസികൾ, അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ അവരുടെ കഠിന പ്രയത്നം കൊണ്ടോ ഈശ്വരാനുഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്ത പുണ്യം കൊണ്ടോ അവർക്ക് വരുന്ന ജീവിത സൗകര്യങ്ങൾ, വളർച്ചകൾ, ഉയർച്ചകൾ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിതം സുഖപ്രദമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ഉയർന്നു വരുന്ന രീതികൾ കാണുമ്പോൾ ചില ആളുകൾക്ക് അതിനോട് അസൂയ തോന്നാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എങ്ങനെ പ്രാർത്ഥിക്കാം? അവർക്ക് നല്ലത് വരട്ടെ. അവൻ ചെയ്ത കർമ്മഫലത്തിൻ്റെ ഫലമാണ് ദൈവം അവനിങ്ങനെ നല്ലൊരു ജീവിതം കൊടുത്തത്. എനിക്ക് അതിന് കഴിഞ്ഞില്ല. ഞാൻ അതിൻ്റെ യോഗ്യത ഇല്ലാത്തതിന് കാരണം ഞാൻ അങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ ചെയ്ത കർമ്മത്തിനുള്ള ഫലമാണ്, കൂലിയാണ് എനിക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ തന്നിരിക്കുന്നത്. അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മഫലമാണ് അവന് ഇപ്പോൾ അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖപ്രദമായിട്ടുള്ള ജീവിതം. അത് ആ ഒരു ഈശ്വര സങ്കല്പത്താൽ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവിനാൽ അവനത് ആ ചിന്തകളിൽ നിന്ന് മുക്തിയായി ഒരു അനുഗ്രഹം വർഷിച്ചുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഇവന് സൽഗതി വരും. മറിച്ച് അവൻ്റെ ഉയർച്ചയെ മാത്രം നോക്കി കണ്ടുകൊണ്ട് അസൂയയോടുകൂടിയുള്ള ഒരു ദർശനം, ഒരു നോട്ടം നമ്മുടെ മനസ്സ് എപ്പോഴും അവനിലുണ്ടെങ്കിൽ അവൻ്റെയിലുള്ള ആ പോരായ്മ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ വേറെ എല്ലാ ദോഷങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരികയും നമ്മളത് സ്വീകരിക്കണം, സ്വയം നാം തന്നെ സ്വീകരിക്കുകയും നമ്മൾ വീണ്ടും അധഃപതനം വർദ്ധിക്കുകയും അവന് ഉയർച്ച വരികയും കൂടി ചെയ്യും. കാരണം എന്താ? അവൻ്റെ കർമ്മദോഷങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആത്മാവ് നെഗറ്റീവായിട്ട് അവനിൽ ട്യൂൺ ചെയ്യുമ്പോൾ അവനിലുള്ള ആ നെഗറ്റീവായിട്ടുള്ള കർമ്മദോഷങ്ങൾ നമ്മളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മളിൽ ഭാരം കൂടും. നമ്മളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ അവൻ്റെ പ്രതിസന്ധികൾ നീങ്ങി പോവുകയാണ് ചെയ്യണത്. ഈ മനസ്സിൻ്റെ വ്യവഹാരം വളരെ ഗൂഢമാണ്. ഇതും ആർക്കും അറിയില്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ പലതും നമ്മൾ തന്നെ അറിയാത്ത പല കാര്യങ്ങളിൽ നിന്ന് സ്വരൂപിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ചപ്പാട് വഴി, നമ്മുടെ മനോധർമ്മം വഴി. അപ്പോൾ എപ്പോഴും നമ്മളൊരു എല്ലാവർക്കും ഒരു അനുഗ്രഹത്തോടെ ജീവിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ജീവിക്കുമ്പോൾ നമ്മൾക്ക് അഭിവൃദ്ധിപ്പെടും, നമ്മളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടും. നമ്മൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത്, അന്യർക്കും കൂടി ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുക. അന്യരുടെ പ്രാർത്ഥനയും അന്യർക്ക് വേണ്ടി സൽക്കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും നമ്മളിൽ വന്ന് പതിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യാറായിരിക്കണം. 10 നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 2 നമുക്ക് ദാനം ചെയ്യാൻ കഴിയണം. അത് അറിഞ്ഞു കൊടുക്കണം. ആവശ്യക്കാരിനെ അറിഞ്ഞു കൊടുക്കുകയും വേണം. അന്നദാനം നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ശരി, നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ അന്നദാനം നടത്തി അതിൻ്റെ ഫലം കിട്ടുമോ? ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് അന്നദാനം നടത്തുന്നത്. അന്നദാനം നടത്തുന്നവന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് പറയണേ.
ഇപ്പോൾ എൻ്റെ ഇവിടെ അന്നദാനം ഞങ്ങൾ വർഷോളമായിട്ട് നടത്തി വരുന്നുണ്ട്. 2-3 സ്ഥലത്ത് അവിടെ വരുന്ന ഭക്തന്മാർക്ക് അന്നദാനം നടത്തി വരുന്നുണ്ട്. അത് ഞങ്ങൾ മാത്രം ഇരുന്ന് കഴിച്ചാൽ അത് അന്നദാനമാവോ? ഇല്ല. അവിടെ വരുന്ന അതുപോലെ അതിന് യോഗ്യതയുള്ള അത് ആവശ്യക്കാർക്ക് തിരഞ്ഞു പിടിച്ച് അവരിലേക്കാണ് അന്നദാനം കൊടുക്കേണ്ടത്. നമ്മുടെ കുടുംബക്കാർക്ക് അന്നദാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അന്നദാനം നടത്തി അത് അന്നദാനത്തിൽ പെടില്ല. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്ത് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇല്ലായ്മയില്ലാത്തവർക്ക് നമ്മൾ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നല്ല മനസ്സുകൊണ്ട് അവന് വേണ്ടി ഈശ്വരസേനയിൽ പ്രാർത്ഥിക്കുക. അതിന് വലിയൊരു സത്കർമ്മം വേറെ ഇല്ല. നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവന് നല്ല ഉയർച്ച ഉണ്ടാവട്ടെ ഭഗവാനെ എന്ന് നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ അവനെ കൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. ഇവിടെ മിക്കവരും അവനവൻ്റെ കുടുംബം, അവനവൻ്റെ തൊഴിൽ മേഖല, അവൻ്റെ സമ്പത്ത് മേഖല, അവൻ്റെ ആരോഗ്യസ്ഥിതി, ഇത് സ്വാർത്ഥപരമായിട്ടുള്ള ആരാധനകളാണ് ഭൂരിഭാഗം പേരും ദൈവസന്നിധിയിൽ പോയി നടത്തുന്നത്. എന്നാൽ മറിച്ചാണ് വേണ്ടത്. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെച്ചിട്ട് ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സഹജീവികൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ച് അവരുടെ സൽഗതിക്ക് വേണ്ടിക്കൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് സൽഗതി വരും. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ സൂക്ഷ്മത്തിൽ ഈ സത്കർമ്മത്തിൻ്റെ ഫലം വന്നു ചേരുന്നത്. അന്യർക്ക് വേണ്ടി, മറ്റു ജീവാത്മാക്കൾക്ക് വേണ്ടി നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യുക. അല്ലാതെ അവൻ്റെ ദോഷങ്ങൾ കണ്ടുകൊണ്ട് അവൻ്റെ പോരായ്മകൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് നാം നല്ലവനാണെന്ന് ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ആ ജീവിതം അതിൻ്റേതായ അനുഭവങ്ങൾ നാളെ നമ്മൾ തേടി വരും. നമ്മളെ പരിഹസിക്കാൻ അപ്പുറത്ത് വലിയൊരു വിഭാഗം കാത്തുനിൽക്കുന്നുണ്ട്. അത് നാം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നതാണത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളിൽ തന്നെ വളർന്നു വരുന്ന കുട്ടികൾ കാണലെ കേൾക്കലെ ഇതേമാതിരി വൈകല്യമുള്ളവരെയോ പോരായ്മയുള്ളവരെയോ ബലഹീനതരെയോ പരിഹാസിക്കുകയോ തള്ളിപ്പറയുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യണ കണ്ടാൽ നമ്മുടെ സന്തതി പരമ്പരകൾ അത് നമ്മളിൽ നിന്ന് പഠിക്കും. അപ്പോൾ എന്താ ചെയ്യുക? അവരും അങ്ങനെയൊക്കെ തന്നെ ചെയ്തു പോരുമ്പോൾ അവരുടെ ജീവിതം ദുസ്സഹമായിട്ട് മാറും. നമ്മ മാതൃക ആവേണ്ടതിന് പകരം നമ്മ അവരിൽ പകർന്നു കൊടുക്കുന്നത് മൂല്യമായതല്ല, സദ്ഭാവങ്ങളല്ല, സദ്വിചാരങ്ങളല്ല. ഈ രീതിയിലൊക്കെയുള്ള സംസാരം കൊണ്ട് ആ രീതിയിലൊക്കെയുള്ള സ്വഭാവങ്ങൾ അവരിൽ രൂപപ്പെടും. അതുണ്ടാവരുത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഈശ്വരാരാധനയും സന്മാർഗങ്ങളും സൽസ്വഭാവികളുമായിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കണം. അവിടെ വാക്കുകൾ പ്രവൃത്തികളൊക്കെ പരമാവധി ശുദ്ധമായി വരാൻ. എല്ലാം പൂർണ്ണമല്ല ഞാനീ പറയണേ. അന്യന് ദോഷവും ദുഃഖവും വരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ നമ്മുടെ ഭവനങ്ങളിൽ ചെയ്യരുതെന്ന് പറഞ്ഞതാ. കാരണം അവിടെ വളർന്നു വരുന്ന സന്തതി പരമ്പരകൾ അതെല്ലാം സ്വായത്തമാക്കും. അങ്ങനെ ദുരിതങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ മക്കളിൽ നമ്മൾ വിതച്ചു കൊടുക്കുകയാണ്. അവർ നാളെ അത് കൊയ്യുകയും ചെയ്യും. പലർക്കും സംഭവിക്കുന്നതാ. ചില കുട്ടികളുടെയൊക്കെ സംസാരം കേട്ടാൽ നമുക്കറിയാൻ പറ്റും ആ വീട്ടിലെ സംസ്കാരം എന്താണെന്ന്. അവരുടെ സംസാരം കേട്ടാൽ അവിടുത്തെ സംസ്കാരം എന്താണ്, അവരുടെ രക്ഷിതാക്കളുടെ സംസ്കാരം എന്താണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ രീതിയിലുള്ള സംസ്കാരമുള്ള വ്യക്തികളുടെ ഇടയിലാണ് ആ കുട്ടി വളർന്നു വരുന്നത്. അതാണ് അവനങ്ങനെ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് നമുക്ക് അവൻ്റെ കർമ്മം കൊണ്ട് പ്രവൃത്തി കൊണ്ട് സംസാരം കൊണ്ട് മനസ്സിലാവുന്ന അർത്ഥം. അവൻ്റെ സ്വഭാവം അങ്ങനെ രൂപം കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്. ആ കുടുംബ പശ്ചാത്തലം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്മാർഗങ്ങളിലൂടെയൊക്കെയാണ് മനുഷ്യൻ കടന്നു പോകേണ്ടത്. അപ്പോൾ സാശ്രദ്ധ വേണമെന്ന്. മനുഷ്യന് മാത്രമേ ഇത് കഴിയുള്ളൂ. മൃഗങ്ങൾക്കൊന്നും കഴിയില്ല, സസ്യാദികൾക്കൊന്നും ഇത് കഴിയില്ലല്ലോ. വിവേകവും ബുദ്ധിയും ബോധവും ഒക്കെ സമന്വയിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക ജീവിയാണ് മനുഷ്യൻ. അത് മനനം ചെയ്ത് അതിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി
അതിനെയൊക്കെ ശുദ്ധമാക്കി മോക്ഷഭാവത്തിലേക്ക് പോകാൻ, ആത്മസായുജ്യത്തിലേക്ക് പോകാൻ പോലും മനുഷ്യന് കഴിയും. കൈവല്യം പോകാൻ കഴിയും ഈ ശുദ്ധീകരണ ക്രിയ കൊണ്ട്. നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം, നമ്മളുടെ ജീവിത രീതി, നമ്മളുടെ എല്ലാ കർമ്മ പദ്ധതികളിലും ഇരിക്കുന്ന മാലിന്യങ്ങളെ, അഴുക്കുകളെ നീക്കി കഴിഞ്ഞാൽ, ആത്മാവ് ശുദ്ധമായാൽ സായുജ്യമണയാം, മുക്തി കിട്ടും. സിമ്പിളായ കാര്യമാണ്. ഇത് പുറത്തൊന്നും ഇരിക്കണില്ല, നമ്മളിൽ തന്നെയാണ്. നാം സമ്പാദിച്ചിരിക്കുന്ന അനവധി കാര്യങ്ങളിൽ പെട്ടുകിടക്കുകയാണ് മുക്തിയുടെ തലം ആത്മാവിൻ്റെ. അത് ജന്മാന്തരങ്ങൾ വേണ്ടി വരുന്നു. അതാണ് എൻ്റെ സത്യം. ഇതും കൂടി ഇതിൽ മനസ്സിലാക്കാനുണ്ട്. അത് ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ശരി, സർവ്വ